ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹീറോയുടെ ഡ്യൂറ്റ് വണ്ടി ജനറൽ സർവീസ് ആയിട്ടാണ് പറഞ്ഞേക്കണേ. അതും പ്രകാരം നമ്മൾ വർക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടി വർക്കിന് ഏറ്റിട്ടുണ്ട്. നിലവിൽ നമ്മളതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം എയർ ഫിൽറ്റർ തുടങ്ങിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് കംപ്ലയിൻസുകൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. ഇതിന് കുറച്ച് പാർട്സുകൾ, സ്പെയർ പാർട്സുകൾ, കുറച്ച് പാർട്സുകൾ ഡാമേജ് ആയിട്ടിരിക്കുന്ന പാർട്സുകളുണ്ട്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. ഓൾറെഡി നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട വർക്കിനാണ് ഇപ്പോൾ കയറ്റിയേക്കുന്നത്. പിന്നെ ചെയ്യുന്ന വർക്കുകൾ അഡീഷണൽ കുറച്ച് വർക്കുകൾ നമുക്ക് അഡീഷണൽ ചെയ്യാനുമുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ പറയുന്നുണ്ട്. അപ്പം ശ്രദ്ധിച്ച് കേട്ടാൽ നമുക്ക് മനസ്സിലാവും. നമുക്കതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. കമ്പനി ലൈനറാണ് കിടക്കണം. ലൈനർ വലിയ പഴക്കമായിട്ടില്ല. നമുക്കൊന്ന് ഈ ബ്രേക്ക് തീരെ അതായത് കുറവായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തത്. പക്ഷേ അത് നോക്കുമ്പോൾ അതിൻ്റെ കേബിളിൻ്റെയാണ് ഒരു പ്രോബ്ലം കാണുന്നത്. ലൈനർ ചെക്ക് ചെയ്യുമ്പോൾ ഏകദേശം ഒരു പകുതിയിൽ കൂടുതൽ തീർന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ബ്രേക്കിൻ്റെ കേബിളുകൾ മാറ്റിയിടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് ബ്രേക്ക് കേബിൾ മാറ്റിയതിന് ശേഷം ബ്രേക്ക് ലൈനർ ഒന്നുകൂടി നമുക്ക് സെറ്റ് ചെയ്ത് നോക്കാം. ഈ ലൈനർ തന്നെ എന്നിട്ടും ബ്രേക്ക് കുറവായിട്ടാണ് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈനർ മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ. പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്ററൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ പൊടി കയറി മൊത്തം ബ്ലോക്കായ കാണും. ശരിക്കും ഇത് യെല്ലോ കളറാണ്, പൊടി കയറിയിട്ടാണ് ഈ ഒരു അവസ്ഥയിലേക്ക് വന്നേക്കാം. അപ്പോൾ എയർ ഫിൽറ്റർ ഒന്ന് മാറ്റിയിടാം. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ പെട്രോൾ വെറുതെ കത്തിപ്പോണ്ടാവും. നമ്മൾ മൈലേജൊക്കെ വളരെ ഷോർട്ടായിട്ടായിരിക്കും കിട്ടുക നമുക്ക്. കാരണം എന്ന് വെച്ചാൽ അത്രയ്ക്കും എയർ ഫിൽറ്റർ ബ്ലോക്ക് ഉണ്ട്. എയർ ഫിൽറ്റർ സാധാരണ നമുക്കൊരു 10,000 കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് നമുക്ക് വരാം. 10,000 കിലോമീറ്റർ കൂടുമ്പോൾ എയർ ഫിൽറ്റർ പ്ലഗും കൂടിയാണ് മാറ്റേണ്ടി വരാം. ഇപ്പോൾ നിലവിൽ എയർ ഫിൽറ്റർ മാറ്റേണ്ട ഒരു പീരീഡ് ആയിട്ടുണ്ട്. പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ക്ലച്ച് ജനറൽ സർവീസിൽ ഉൾപ്പെടുത്തി നമ്മൾ ക്ലച്ച് ചെക്ക് ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ക്ലച്ച് CVT ക്ലച്ചാണ്. അതായത് ഈ ഭാഗത്ത് നമുക്ക് ഓയിലോ കാര്യങ്ങളൊന്നുമില്ല. മാനുവലായിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് ഗ്രീസിങ് ആവശ്യമാണെങ്കിൽ ഗ്രീസിങ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് വെക്കണേ. അഴിച്ച് നോക്കുമ്പോൾ അതിനകത്ത് നമുക്ക് 2 കംപ്ലയിൻറ്റുകളുണ്ട്. ഒന്ന് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ സൈഡിൽ ഓയിൽ സീൽ ലീക്കായിട്ട് വന്നതാണ് കാണുന്നുണ്ടോ. ഈ സൈഡ് മൊത്തം ഓയിൽ ലീക്കാണ്. അതേപോലെ തന്നെ ക്ലച്ച് ഷാഫ്റ്റിൻ്റെ ആയാലും ഇവിടെ ഓയിൽ സീൽ ലീക്കായിട്ട് ഓയിൽ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ക്ലച്ച് ഷാഫ്റ്റിൻ്റെയും ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഓയിൽ സീൽ മാറണം. അതേപോലെ തന്നെ ക്ലച്ച് ഷാഫ്റ്റിനകത്ത് ഗിയറിനകത്ത് ക്ലച്ച് ഷാഫ്റ്റ് വരുന്ന ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ ആ കൂടി നമുക്ക് 120 മില്ലി ഓയിലാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ലെവൽ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ നമുക്ക് ഗിയറിൻ്റെ ഓയിൽ കൂടി മാറേണ്ടി വരും കേട്ടോ. ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ നമുക്ക് എഞ്ചിൻ ഓയിൽ മാറുന്ന കൂടുതൽ അത് ക്ലിയറായി പോയിക്കോളും. ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഒരു പ്രോബ്ലം വെച്ചാൽ ഇത് ഒരല്പം അലൈൻമെൻറ്റ് വേരിയേഷൻ കാണുന്നുണ്ട്. അതേ ക്രാങ്കിൻ്റെ അലൈൻമെൻറ്റിൽ ഈ വന്ന ഷാഫ്റ്റിന് അലൈൻമെൻറ്റ് വേരിയേഷൻ വന്നിട്ടുണ്ട്. അതും പ്രകാരം അത് കൃത്യമായിട്ട് നമുക്ക് അറിയാമെന്ന് പറഞ്ഞാൽ ഈ ബെൻഡെക്സ് യൂണിറ്റിൻ്റെ ഈ ഭാഗത്ത് നോക്കുമ്പോൾ ഒരു ഉരച്ചിൽ കാണുന്നുണ്ട്. ഈ സൈഡിൽ ഒരു ലൈൻ പോലെ കിടക്കുന്നുണ്ടോ. അത് ക്രാങ്കിൻ്റെ അലൈൻമെൻറ്റ് പോയി കഴിയുമ്പോൾ ആ വീലുമ്പോൾ ടച്ച് ആവുന്ന ഒരു ഭാഗമാണ് കാണുന്നത്. അപ്പോൾ നിലവിൽ നമ്മളിപ്പോൾ പുറമേ നിന്ന് നമുക്ക് ചെയ്യാവുന്ന രീതിയിൽ നമുക്ക് ചെയ്തിടാം. ഒരുപക്ഷെ നമുക്ക് കംപ്ലയിൻറ്റ്സ് വീണ്ടും റിപ്പീറ്റ് കാണിക്കാൻ സാധ്യതയുണ്ട്. കാരണം അത് ഉള്ളിൽ നിന്നുള്ള പ്രോബ്ലമാണ്. നമുക്ക് പുറമേ നിന്ന് ചെയ്യാവുന്ന മാക്സിമം ചെയ്യാം. പിന്നെ നമുക്ക് അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കുന്നുണ്ട്. ബെൽറ്റ് നോക്കുമ്പോൾ ബെൽറ്റ് ഓൾറെഡി ഇവിടെ പൊട്ടിയൊരവസ്ഥയിലിരിക്കാം. പൊട്ട് വീണിരിക്കണതാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഉപയോഗം നല്ല രീതിയിലുണ്ടെങ്കിൽ ഈ ബെൽറ്റ് യൂസ് ചെയ്യരുത്, മാറ്റി കളഞ്ഞോണം. കാരണം എന്തായാലും അടുത്ത സർവീസ് വരെ കിടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഏതെങ്കിലും ഒരു കട്ടകൾ പൊളിഞ്ഞു വന്നാൽ പിന്നെ പെട്ടെന്ന് ഇതൊക്കെ ഈ ഭാഗത്ത് നോക്കുമ്പോൾ നല്ല രീതിയിൽ പൊട്ടുണ്ട്. ഈ സൈഡിൽ ഇതുണ്ട ഏതെങ്കിലും ഒരു കട്ട ഈ കട്ടയുടെ 2 സൈഡും പൊട്ടിയതുകൊണ്ട് ഇതൊക്കെ എപ്പോൾ വേണമെങ്കിലും പൊളിഞ്ഞു പോകും. ഒരെണ്ണം പൊളിഞ്ഞു പോകുന്നു കഴിഞ്ഞാൽ ബാക്കിത്തെ പെട്ടെന്നാണ് പൊളിഞ്ഞു പോയി നമ്മൾ വഴിയിൽ റൂട്ടിൽ പെട്ടുപോകുന്നൊരവസ്ഥ വരും. അപ്പോൾ അത് മാറ്റിയിടണം ഏറ്റവും സേഫ് കേട്ടോ. പിന്നെ ക്ലച്ച് യൂണിറ്റ് നമ്മൾ ഫുള്ളായിട്ട് അഴിച്ച് ഗ്രീസിങ് നടത്തുന്നുണ്ട്. ഇവിടെ ചെറുതായിട്ട് തുരുമ്പിൻ്റെതായിട്ടുള്ള പ്രസൻസൊക്കെ വന്നിട്ടുണ്ട്. കൈയോടെ നമ്മളത് ഗ്രീസ് ചെയ്ത് റെഡിയാക്കി വിടുന്നുണ്ട്. റോളർ ബോസ് ഡ്രൈവ് റോളർ അടങ്ങുന്ന യൂണിറ്റാണത്. വേരിയറ്റ് ബോഡി അത് നമുക്ക് നിലവിൽ ചെറിയൊരു തേയ്മാനമൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് വേറെ ഒന്നും കുഴപ്പമില്ല. തൽക്കാലം അത് അങ്ങനെ തന്നെ ഉപയോഗിക്കാം. പിന്നെ പറഞ്ഞാൽ ബ്രേക്കിൻ്റെ കേബിളുകളുടെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്രേക്ക് പിടിക്കുമ്പോൾ നമുക്ക് ഈ കേബിൾ ഇങ്ങോട്ടേക്ക് വലിയണം. ഇത് ഓൾറെഡി കേബിൾ ഔട്ടർ വലിഞ്ഞിട്ട് ഓൾറെഡി വലിഞ്ഞ് നിൽക്കുക. അതുകൊണ്ട് തന്നെ ബ്രേക്ക് നമുക്ക് ലിവറും ബ്രേക്ക് പെഡൽ കാണിച്ചാലും വണ്ടി ബ്രേക്ക് ചെയ്ത് നിൽക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്. അത് ഈ ബാക്കിലത്തെ ബ്രേക്കിൻ്റെ കേബിൾ മാത്രമല്ല, ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ടിൻ്റെ ബ്രേക്ക് കേബിളും ഫ്രണ്ടിലേക്ക് വരുന്ന ബ്രേക്കിൻ്റെ കേബിളും ഔട്ടർ വലിഞ്ഞിങ്ങനെ കൂടിയൊരവസ്ഥയിൽ നിൽക്കുക. അപ്പോൾ ബ്രേക്കിൻ്റെ ഫ്രണ്ടിലേക്ക് വരുന്ന 2 കേബിളും ബാക്കിലേക്ക് ഒരു കേബിളും മൊത്തം 3 ബ്രേക്ക് കേബിൾ വരാം. ആ കേബിളുകൾ മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. പിന്നെ ചോക്കിൻ്റെ കേബിളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു, വർക്കിംഗ് ആണ്. ആക്സിലേറ്റർ കേബിളും വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ആ സ്പീഡോമീറ്ററിൻ്റെ കംപ്ലയിൻറ്റ് ഒരു കേബിൾ പൊട്ടി കിടക്കുന്ന കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ നോക്കുമ്പോൾ സ്പീഡോമീറ്ററിൻ്റെയാണ് ആ കേബിൾ കട്ടായി കിടക്കുന്നത്. മീറ്റർ നമ്മളത് പുതിയ കേബിളിട്ട് മീറ്റർ വർക്കിംഗ് ആക്കാൻ നോക്കിയാലും നമുക്ക് പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ മീറ്ററിൻ്റെ ഉള്ളിൽ ഇവിടെ നോക്കുമ്പോൾ അറിയാം കേബിൾ ഒടിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ തുരുമ്പിട്ടിരിക്കുക. അപ്പോൾ അത് കാരണം നമുക്ക് വേറെ ഒന്നും ചെയ്യൽ നടക്കില്ല. അപ്പോൾ ഒന്നാലും അത് നമുക്ക് പിന്നെ ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മീറ്റർ യൂണിറ്റെ പടി അസംബ്ലിയെ പടി മാറ്റിയതിന് ശേഷമാണ് കേബിൾ കണക്ട് ചെയ്ത് റെഡി ആവുള്ളൂ. അത് നമുക്ക് ഇച്ചിരി കോസ്റ്റ്ലിയാണ്. നോക്കിയിട്ട് പറഞ്ഞാൽ മതി, വേണമെങ്കിൽ നമുക്കത് അറേഞ്ച് ചെയ്യാം. എന്തായാലും മീറ്റർ അസംബ്ലിയൊക്കെ നമുക്ക് ആവശ്യമാണെങ്കിൽ തന്നെ നമുക്ക് ബുക്ക് ചെയ്ത് വരുത്തേണ്ട സംഭവമൊക്കെയാണ്. തൽക്കാലം നമുക്ക് ഈ കേബിൾ ഇതുമേന്ന് അഴിച്ച് മാറ്റിയിട്ടേക്കാം കേട്ടോ. ഫ്രണ്ട് ബ്രേക്കിൻ്റെ ലൈനറൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു, നല്ല ലൈനറാണ്. ഒന്ന് ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ നമുക്ക് ഫ്രണ്ട് ഭാഗത്ത് ഈ ഫ്രണ്ട് ഫോർക്കിൻ്റെ ഓയിൽ ലീക്കായിട്ട്
ഫോർക്ക് ഓയിൽ ലീക്കായിട്ട് ഓയിൽ ഇങ്ങനെ ഒഴുകണം ഈ കാണുന്നത് കേട്ടോ. അത് നമ്മൾ അഴിച്ച് രണ്ടെണ്ണത്തിൻ്റെ നമുക്ക് ഓയിൽ സീൽ മാറ്റേണ്ടതായിട്ട് വരും. ഇവിടെ നോക്കുമ്പോൾ അറിയാം നല്ല രീതിയിൽ ഓയിൽ ലീക്കായ ഒരു അവസ്ഥയിൽ അവിടെ നിൽക്കുക. അപ്പുറത്തെ സൈഡ് അത്രയില്ല, പക്ഷേ വലിയ താമസിച്ചാണ്ട് ആ സൈഡും ലീക്ക് വരും. അപ്പോൾ നമുക്ക് തുടക്കത്തിൽ തന്നെയാണെങ്കിൽ നമുക്കിപ്പോൾ ഇത് അഴിച്ചിട്ട് ആ ഫോർക്കിൻ്റെ ഓയിൽ സീലുകൾ മാറ്റിയാൽ ഒരു പക്ഷേ ക്ലിയർ ആയിക്കോളും. ഇനി ഇതിങ്ങനെ കുറേ ആയി ഓടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വന്നത് ഈ സ്റ്റീലിൻ്റെ പൈപ്പ് ഉണ്ട്. ആ സ്റ്റീൽ പൈപ്പുമ്മേ ഒരഞ്ഞൊരഞ്ഞ സ്ക്രാച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പൈപ്പ് അടക്കം മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ വരും. അത് നമുക്ക് അഴിച്ച് നോക്കിയാലാണ് അറിയാൻ പറ്റുള്ളൂ. എന്തായാലും നമുക്ക് ഇതിൻ്റെ ഫോർക്കിൻ്റെ ഓയിലിൻ്റെ കേസ് ക്ലിയർ ചെയ്തിട്ട് ഉപയോഗിക്കണമായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം ഫ്രണ്ട് വീലിൻ്റെ അലൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ പോകാനായിട്ട് ടയർ വെട്ടി തേയാനായിട്ട് അതൊരു കാരണമാവും കേട്ടോ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ തന്നെ നമ്മളതിൻ്റെ ബാറ്ററിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. നമുക്ക് വണ്ടി സെൽഫ് കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്, പക്ഷേ എങ്കിൽ കൂടി നമ്മൾ ബാറ്ററി സർവീസിൻ്റെ ഭാഗമായിട്ട് ബാറ്ററി ടെസ്റ്റ് കൂടി നടത്തുന്നുണ്ട്. ഇത് ഇരിക്കുന്ന ബാറ്ററി എക്സൈഡിൻ്റെ ബാറ്ററിയാണ്. നമ്മളതിൻ്റെ വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ 12.806 റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട്. അത് 12 വോൾട്ട് എന്ന് പറയുമ്പോൾ നല്ല വോൾട്ടാണ്. പക്ഷേ നമ്മൾ ബാറ്ററി ടെസ്റ്റ് മോഡിലേക്ക് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ, ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ഇവിടെ കാണിക്കുന്നത് കംപ്ലൈൻ്റ് ആയിട്ട് കാണിക്കുക. അത് ഈ റെഡ് ലൈറ്റാണ് തെളിഞ്ഞേക്കണേ. അപ്പോൾ ഇപ്പോൾ സെൽഫൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും എപ്പോൾ വേണമെങ്കിലും സെൽഫിൻ്റെ കംപ്ലൈൻറ്റ് കാണിക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ടെസ്റ്റിൽ ഫെയിൽഡാണ് കാണിക്കണേ. ചിലപ്പോൾ അത് തൊട്ടടുത്ത ദിവസങ്ങൾ കാണിക്കാം, ചിലപ്പോൾ കുറച്ച് നാൾ നമുക്ക് ഉപയോഗിക്കാൻ കിട്ടിയേക്കാം കേട്ടോ. എന്തായാലും വലിയ താമസമില്ലാണ്ട് ബാറ്ററിയുടെ ഒരു കംപ്ലൈൻറ്റ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് നമ്മൾ ഈ എഞ്ചിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് റൈറ്റ് സൈഡ് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും സ്പാർക്ക് പ്ലഗ് നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ്. പ്ലഗ് പുതിയ പ്ലഗ്ഗാണ്. ശരിക്കും എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ ആ കൂട്ടത്തേക്കൂടെ പ്ലഗ് മാറ്റണം. പക്ഷേ ഈ പ്ലഗ് കിടക്കുന്നത് പുതിയതാണ്. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം നമുക്കിത് ക്ലീൻ ചെയ്തിടാം. പിന്നെ സെക്കൻഡറി ഫിൽറ്റർ എന്ന് പറയുന്ന യൂണിറ്റാണ്, സ്പോഞ്ച് ടൈപ്പ് ഫിൽറ്ററാണ്. അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് അത് എയർ പ്യൂരിഫൈ ചെയ്തിട്ട് ഉള്ളിലേക്ക് വിടുന്ന ഫിൽറ്ററാണ്. അതായത് എയർ ഫിൽറ്റർ ചെയ്താണ് അതിൻ്റെ ഉള്ളിൽ കൂടെ പൊടിയൊക്കെ ഇതിനകത്ത് തടഞ്ഞ് അതിൻ്റെ ഉള്ളിലേക്ക് എയർ കയറി പോകാൻ വേണ്ടിയിട്ട് വെച്ചാണ് ഫിൽറ്ററാണ്. അതും അത്യാവശ്യം ഒരുവിധം പൊടിഞ്ഞൊരവസ്ഥയിലേക്ക് ആയി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഉള്ളത് എൻജിൻ ഓയിൽ. എൻജിൻ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ആകെ കൂടി എൻജിനിലുള്ള ഓയിലാണ് ഈ കാണുന്നത്. ഏകദേശം ഒരു 200 മില്ലി ഓയിലാണ് കഷ്ടിയുള്ളൂ. ശരിക്കും നമുക്ക് 800 മില്ലി ഓയിൽ എൻജിനിൽ വേണം. ഇപ്പം നിലവിലെ ഓയിൽ ലെവൽ കുറഞ്ഞിട്ടാണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വണ്ടിക്ക് എൻജിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഓയിൽ കുറയുമ്പോൾ സ്വാഭാവികമായിട്ട് ലൂബ്രിക്കേഷൻ കുറയും, ഹീറ്റിംഗ് റെസിസ്റ്റൻസ് നടക്കാത്തതുകൊണ്ട് തന്നെ എൻജിൻ ഹീറ്റിംഗ് കൂടും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എൻജിന് തേയ്മാനം വരാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പം നമുക്ക് നിലവിൽ ഓയിലൊക്കെ മാറ്റാം. അതിനുശേഷം വണ്ടിക്ക് കുറച്ച് ഓടി കഴിയുമ്പോൾ പുക വരുന്നുണ്ടോ എന്ന് നോക്കണം. അതായത് സൈലൻസിൻ്റെ ഉള്ളിൽ കൂടെ വെള്ള കളറിലുള്ള പുക വരുന്നുണ്ടോ എന്നുള്ള കേസ് ചെക്ക് ചെയ്യണം. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് അത് പരിഹരിച്ച് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കില്ല, വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കും. ഓയിൽ ലെവൽ, അതായത് ആ വെള്ള കളറിൽ പുക വരാമെന്ന് പറഞ്ഞാൽ ഓയിൽ കയറി എൻജിനിൽ കത്തുമ്പോൾ ഓയിലിൻ്റെ അളവ് കുറഞ്ഞു പോകും. അത് കത്തി പുകയായിട്ട് പോയിക്കൊണ്ടിരിക്കും. നമ്മളത് ശ്രദ്ധിക്കില്ല, എൻജിൻ്റെ അളവ്, ഓയിലിൻ്റെ അളവ് കുറഞ്ഞു പോകും, എൻജിൻ മേജർ കംപ്ലയിൻറ്റിലേക്ക് പോകും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് വെച്ചാൽ എന്തായാലും നമ്മൾ വണ്ടി വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം 1 മാസം അല്ലെങ്കിൽ 1000 കിലോമീറ്റർ കൊണ്ട് പറയാം. നമ്മുടെ സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ലാത്തത് കൊണ്ട് അടുത്ത മാസം ഇതേ ഡേറ്റിൽ നമുക്ക് നോക്കിയിട്ട് തൊട്ടടുത്ത ദിവസങ്ങളിൽ ഒരു മാസം കണക്കാക്കിയിട്ട് ഒരു ദിവസം കയറി ഒന്ന് ചെക്ക് ചെയ്യാം, ഓയിൽ ലെവലൊന്ന് നോക്കാം, എത്രത്തോളം ഓയിൽ ലെവൽ കുറഞ്ഞിട്ടുണ്ടെന്നുള്ള ദിവസം നോക്കാം. കൂടുതലായിട്ട് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ ആ പ്രോബ്ലം പരിഹരിച്ച് കൊടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ എൻജിൻ മേജർ കംപ്ലയിൻറ്റിലേക്ക് പോകും. നമുക്ക് ഒരുപാട് സാമ്പത്തിക നഷ്ടം ഉണ്ടാകും അതുമായി ബന്ധപ്പെട്ട് കേട്ടോ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. കാരണം ഓയിൽ ഇത്രയും കുറഞ്ഞ ഒരു കാരണവശാലും ഓടാൻ പാടില്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കേസാണ്. അത് വളരെ കാര്യമായിട്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസാണ് കേട്ടോ. അപ്പം നിലവിൽ നമുക്കതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ടൊന്ന് പറയാം. കാരണം എൻജിൻ ഓയിൽ തന്നെ അത് ഉൾപ്പെടുത്തുന്നുണ്ട്. ഓയിൽ, സെക്കൻഡറി ഫിൽറ്റർ, പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നമുക്ക് ഫ്രണ്ട് ബ്രേക്കിൻ്റെ 2 കേബിൾ, ബാക്കിലേക്ക് പോകുന്ന ഒരു ബ്രേക്ക് കേബിൾ, ഈ ഫോർക്ക് ഓയിൽ സീലിൻ്റെ അടക്കമാണ് ഉൾപ്പെടുത്തണേ. അപ്പോൾ നോക്കിയിട്ട് പറഞ്ഞാൽ മതി. പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്റർ, ബെൽറ്റിൻ്റെ കണ്ടീഷൻ, ബെൽറ്റ് മാറ്റുന്നുണ്ട്. അതേപോലെ ഈ 2 ഓയിൽ സീൽ, ക്ലച്ചിൻ്റെയും ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഓയിൽ സീൽ അടക്കം ഉൾപ്പെടുത്തി ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഞാൻ പറയാം. അപ്പോൾ വീഡിയോ ഒന്ന് കാണാം, കണ്ടിട്ട് നമുക്ക് നോക്കിയിട്ട് അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ദിവസം കൃത്യമായിട്ടൊന്ന് റിപ്ലൈ ഇടാം. അതനുസരിച്ചിട്ടാണ് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യുക. ഇപ്പം നമുക്ക് നിലവിൽ ജനറൽ സർവീസുമായി ബന്ധപ്പെട്ട വർക്കിന് വേണ്ടി മാത്രമാണ് നമ്മൾ അയച്ചേക്കണേ. അപ്പോൾ അതിനകത്താണ് നമ്മൾ ഇത്ര ചെക്ക് ചെയ്യുമ്പോൾ ഇത്രയും പാർട്സുകൾ ഡാമേജ് കാണുന്നത്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തിയേക്കണം. പിന്നെ നിങ്ങൾ 100% നിങ്ങളുടെ പെർമിഷൻ കിട്ടിയാൽ മാത്രമാണ് ബാക്കിയത്തെ വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇടാം, അതനുസരിച്ചിട്ട് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ.